ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. 63ാമത് സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് സമാപിച്ചു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഒരു പരാതിയുമില്ലാതെ വളരെ ആഹ്ലാദഭരിതരായി വിജയശ്രീ ലാളിതരായ തൃശ്ശൂരിലേക്ക് കുട്ടികൾ പോകുമ്പോൾ പരാതികളൊന്നും ബാക്കിയില്ല. അല്പം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്നോട് വിളിച്ച് പറയുകയായിരുന്നു. നമ്മളൊക്കെ മാധ്യമങ്ങൾ 24 ഒക്കെ ചെയ്ത സഹായത്തിന് നന്ദിയൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചതാണ്. അദ്ദേഹം പറയുന്നു, പരാതികളൊന്നും ഇല്ലാതെ സമയത്ത് മത്സരങ്ങൾ ആരംഭിച്ചു, ഭക്ഷണശാലയൊക്കെ കൃത്യകൃത്യം പ്രവർത്തിച്ചു, ഒരു പരാതിയുമില്ലാതെ ഒരു സ്കൂൾ കലോത്സവം, അതും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം ഇന്ന് സമാപിച്ചു. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയായിട്ട് ഞാൻ അതാണ് കാണുന്നത്. ഇത്രയധികം 12,000-ത്തിലധികം കുട്ടികൾ പങ്കെടുത്ത ഒരു കലോത്സവം പരാതികളില്ലാതെ അവസാനിച്ചു എന്നറിയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. കൺഗ്രാജുലേഷൻസ് ടു മിനിസ്റ്റർ വി ശിവൻകുട്ടി ആൻഡ് വിദ്യാഭ്യാസ വകുപ്പ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ചലച്ചിത്ര നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രമുഖ സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന ബോബി ചെമ്മണ്ണൂരിനെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ. ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നറിയുന്നു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിഷ്ണു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് രാത്രിയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നില്ല, നാളെ മാത്രമേ ഹാജരാക്കൂ എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു രാത്രി ബോബി ചെമ്മണ്ണൂരിന് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വരും. പറയൂ. SKN ഈ ഒരു രാത്രി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂരിന് കഴിയേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. വൈദ്യപരിശോധനയ്ക്കായി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം തിരികെ ഈ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരും. നാളെ രാവിലെയോടുകൂടി ഓപ്പൺ കോർട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏറ്റവും ചടുലമായ നീക്കത്തിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു അന്വേഷണ സംഘം. ഒരു ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പതിവ് പോലെ തന്നെ ഇന്ന് രാവിലെ വയനാടുള്ള അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം കോയമ്പത്തൂരിലേക്കുള്ള യാത്രയായിരുന്നു. അവിടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഇന്നലെ അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു. അഭിഭാഷകനോട് ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴും പോലീസ് അങ്ങോട്ടേക്ക് എത്തുമെന്ന് ഒരു ധാരണയും ബോബി ചെമ്മണ്ണൂരിന് ഉണ്ടായിരുന്നില്ല. അതീവ രഹസ്യമായി എറണാകുളം സെൻട്രൽ പോലീസും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് നടത്തിയ നീക്കം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരുമായി അവിടെ നിന്നുള്ള വാഹനം ഇങ്ങോട്ടേക്കൊരു വൈകിട്ട് 7 മണിയോടുകൂടിയാണ് എത്തിയത്. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് താൻ സ്വന്തം വാഹനത്തിൽ വരാമെന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞെങ്കിലും അത്തരത്തിലൊരു ആനുകൂല്യവും നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരള പോലീസ് പറയുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ തന്നെ പരാതിയിൽ ഷാജി എന്നൊരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾക്ക് നൽകിയ എന്താണോ അയാളോട് ഞങ്ങൾ സ്വീകരിച്ച നിലപാട്, ആ പരിഗണന മാത്രമേ നിങ്ങൾക്കുള്ളൂ, പണത്തിന്റെ ഒരു ഹുങ്കും നിയമത്തിന് മുൻപിൽ കാണിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ശക്തമായ നിലപാട് സെൻട്രൽ പോലീസ് എടുത്തിരുന്നു. സെൻട്രൽ SI അനൂപ് ചാക്കയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അല്പസമയം മുമ്പ് അറസ്റ്റും രേഖപ്പെടുത്തി. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതാണ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഈ രഹസ്യമൊഴി പരിഗണിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമ തീരുമാനമെടുക്കും. കഴിഞ്ഞ സമീപകാലങ്ങളിൽ ഒരുപക്ഷേ സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വനിത നൽകിയ പരാതിയിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ശക്തമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ മാത്രമാണ് ഉണ്ടായത്. ഇന്ന് ഹണി റോസ് തന്നെ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇന്നലെ ഈ പരാതി നൽകുന്നത് 5 മണിയോടുകൂടിയാണ്. 7 മണിയോടുകൂടി കേസെടുക്കുന്നു. 8 മണിയോടുകൂടി ഇവിടെ നിന്നുള്ള ടീം വയനാടേക്ക് പോകുന്നു. 9 മണിയോട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് 6 മണിയോടുകൂടി 7 മണിയോടുകൂടി അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 24 മണിക്കൂറിനകമാണ് കേരള പോലീസ് ഇത്ര ക്യുക്കായി ഈ കേസിൽ ആക്ട് ചെയ്തതെന്നുള്ളത് എടുത്തു പറയേണ്ടതും ശ്ലാഘനീയവുമായ കാര്യമാണ്. സാധാരണഗതിയിൽ സൈബർ കേസുകൾ വരുമ്പോൾ അത്ര കാര്യമായി ഗവനിക്കാറില്ല. അങ്ങനെ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഒരു കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെല്ലാം ഒതുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്.
കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങളെത്തി. നാളെ ആ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. ഇതിൽ ഇന്ന് സംഭവിച്ച മറ്റൊരു നിർണായക നടപടി, ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ ചില നിർണായക തെളിവുകളുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഹണി റോസുമായുള്ള ചാറ്റുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കും. അവരെ അധിക്ഷേപിച്ച വീഡിയോകൾ അതിലുണ്ടോ എങ്കിൽ അതും പോലീസിന് ഏറെ സഹായമാകും. ഹണി റോസ് നൽകിയ പരാതിയുടെ ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇവരെ അധിക്ഷേപിച്ച വീഡിയോ അടക്കം നൽകിയിരുന്നു. അതുകൊണ്ട് ഈ കേസ് ഇതിനോടകം ശക്തമായ സ്ട്രോങ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി കേസ് നാളെ പരിഗണിക്കുമ്പോഴായിരിക്കും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ജാമ്യം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, ശിക്ഷയിലേക്ക് പോയാലും ശരി, അതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കേരള പോലീസ് നൽകുന്നത്. ഈ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ മുഖമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തും ഈ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെയും സ്ത്രീകൾക്കെതിരെ ഒക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടുന്ന ആളുകൾ, നിങ്ങൾ ആരും സേഫ് അല്ല, നിങ്ങളടുത്തേക്ക് പോലീസ് എത്തും എന്നൊരു സൂചനയാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് വഴി നിലവിൽ പോലീസ് നൽകുന്നത്. കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ ഇടപെടൽ, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് തിരിച്ച സംഘം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. കസ്റ്റഡി എടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതവർ കൃത്യമായി പാലിച്ചു. ഇനി ഈ കേസിന്റെ തുടരന്വേഷണമാണ്. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും കേസന്വേഷണമായി മുന്നോട്ട് പോകുക. എസ് കെ. ഓക്കെ, താങ്ക് യു. ബാലകൃഷ്ണൻ പി കെ പറയുന്നു, ശരിയാണ്, ഈ പ്രാവശ്യം കലോത്സവം അവസാനിച്ചപ്പോൾ ഒരു പരാതിയും ബാക്കിയാകുന്നില്ല. നമുക്ക് ഈ പരാതി വരാനാണെങ്കിൽ ഒരുപാട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണം 30,000 പേർക്ക് വിളമ്പുന്ന ഭക്ഷണമാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്രയും പ്രതിഭകൾ മത്സരിക്കുന്നു, ഇത്രയധികം വിധികർത്താക്കൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പരാതിക്കിടമുള്ള ഏകദേശമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെയൊന്നും ഒരു പരാതി ഉണ്ടാക്കാതെ ഈ മത്സരവും ഈ പ്രതിഭാ പ്രകടനവും അവസാനിച്ചു. മന്ത്രി വി ശിവൻകുട്ടി വളരെ സന്തുഷ്ടനാണ്. കാരണം വളരെ സുഖകരമായ ഒരു അന്ത്യം, നല്ല ക്ലൈമാക്സ്. അവസാനം കൗമാരകലയുടെ തിടമ്പ് തൃശ്ശൂർ ഏറ്റുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഫോട്ടോ ഫിനിഷിലാണ് തൃശ്ശൂരിന് കിരീടം ലഭിച്ചത്. ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശ്ശൂർ ജില്ല പാലക്കാടിനെ പിന്നിലാക്കിയത്. 1ാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ന് സമ്മാനിച്ചു. കാൽ നൂറ്റാണ്ടിന് ശേഷം കൗമാരകലയുടെ കനക കിരീടം വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക്. അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കിരീട നേട്ടം. 1999 നടന്ന കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ മുൻപ് ജേതാക്കളായത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും തൃശൂർ ജില്ലയുടെ ചുണക്കുട്ടികൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി. കേരള സ്കൂൾ കലോത്സവം 2024-25 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ അട്ടിമറിച്ചത്. കഴിഞ്ഞ വർഷം ജേതാക്കളായ കണ്ണൂരിന് 1003 പോയിന്റുമായി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 1ാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. മന്ത്രി കെ രാജൻ ട്രോഫി വിദ്യാർത്ഥികൾക്ക് കൈമാറി. 21 വർഷം കിരീടം കുത്തകയാക്കി റെക്കോർഡിട്ട കോഴിക്കോട് 4ാം സ്ഥാനത്താണ്. ടീം 24 തിരുവനന്തപുരം. കലാകിരീടം ആർക്ക് എന്നതിൽ അവസാന മത്സരഫലം വരെ സസ്പെൻസ് നീണ്ടുപോയി. ഫോട്ടോ ഫിനിഷിൽ തൃശൂർ കിരീടമണിഞ്ഞപ്പോൾ പാലക്കാടും കണ്ണൂരും നേരിയ വ്യത്യാസത്തിൽ പിന്നിലായിപ്പോയി. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലിയും ടൊവിനോ തോമസും മുഖ്യാതിഥികളായിരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനങ്ങളിൽ മുന്നിൽ നിന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂർ. പിന്നാലെ പാലക്കാട് ലീഡെടുത്തു. പലതവണ ട്വിസ്റ്റ്. ഒടുവിൽ തൃശൂരിന് കിരീടയോഗം. കേരള സ്കൂൾ കലോത്സവം 2024-25 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. സംഘാടന മികവിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും
പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കലോത്സവ വേദി അഭിമാനമെന്ന് മുഖ്യാതിഥിയായ ചലച്ചിത്ര താരം ആസിഫ് അലി. ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു. കല മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതെന്ന് ടൊവിനോ തോമസ്. ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൗഢോജ്വല സമാപനം. അടുത്ത കലോത്സവ വേദി പിന്നീട് പ്രഖ്യാപിക്കും. ടീം 24 തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച സ്കൂളിന് തുടർച്ചയായ 12ാം കൊല്ലവും മാറ്റമില്ല. 2ാം സ്ഥാനക്കാരെ ബഹുദൂരം പിന്നിലാക്കിയാണ് പാലക്കാട് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ നേട്ടം. പാലക്കാട് ജില്ലയ്ക്കായി 171 പോയിന്റാണ് BSS ഗുരുകുലം ഒറ്റയ്ക്ക് നേടിക്കൊടുത്തത്. ആവേശം നിറയ്ക്കാം, ആനന്ദം നിറയ്ക്കാം, ഒന്നായി ചിരിക്കാം. തുടർച്ചയായ 12ാം കിരീടമെന്ന BSS ഗുരുകുലം സ്കൂളിന്റെ കൊടിയിൽ രേഖപ്പെടുത്തിയിരുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആലത്തൂരിൽ നിന്ന് പുറപ്പെടും മുൻപേ ഡിസൈൻ ചെയ്ത കൊടിയാണ്. ജൂലൈ മുതലുള്ള കഠിന പരിശീലനമായിരുന്നു ആ ആത്മവിശ്വാസത്തിന്റെ കരുത്ത്. കണക്കുകൂട്ടൽ തെറ്റിയില്ല. 171 പോയിന്റ് നേടിയ BSS ഗുരുകുലത്തിന്റെ അടുത്തെങ്ങും ആരുമില്ല. 2ാം സ്ഥാനത്തുള്ള വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 116 പോയിന്റ്. കൂട്ടായ്മയുടെ വിജയമെന്ന് ടീം ഒന്നാകെ പറയുന്നു. നമ്മൾ ജൂൺ തൊട്ട് തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ബെസ്റ്റ്. ഇനിയും ബെസ്റ്റ് ആവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടക്കുന്നു. കലയെ ഞങ്ങൾക്ക് ലഹരിയാണ്. കല എന്ന് പറയുമ്പോൾ നമുക്ക് ലഹരിയാണ്. അപ്പൊ മക്കളെ ഒരു ആർപ്പ് വിളിക്കാം. കലോത്സവ വേദിയിൽ നിന്ന് തുടർച്ചയായി 12ാം തവണയും കിരീടം ചൂടി ഗുരുകുലം സ്കൂൾ നേരെ വന്നത് 24 പവലിയനിലേക്ക്. മികച്ച സ്കൂളിന് 24ഉം പ്രത്യേക ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. ഇനി അടുത്ത വർഷത്തെ കിരീടം ലക്ഷ്യമിട്ടുള്ള പരിശീലനത്തിലേക്ക്. തിരുവനന്തപുരം. എന്തായാലും ഈ കലോത്സവത്തിൽ പങ്കെടുത്ത വിജയം നേടിയ എല്ലാവർക്കും ആശംസകൾ. അതുപോലെ തൃശ്ശൂർ ജില്ലയ്ക്ക് അഭിനന്ദനങ്ങൾ. തൊട്ടുപിന്നിലുള്ള പാലക്കാടും കണ്ണൂരിനും അഭിനന്ദനങ്ങൾ. പരാജിതർ വിഷമിക്കേണ്ട, അടുത്ത വർഷം നമുക്ക് മത്സരിക്കാം. അവർക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചില പ്രേക്ഷകരൊക്കെ തന്നെ 24ൻ്റെ റിപ്പോർട്ടേഴ്സൊക്കെ വളരെ ഗംഭീരമായി കലോത്സവം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് ഇത്തവണ കലോത്സവം കവർ ചെയ്ത് 24 ആണ്. അതൊരു തള്ളലല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ തന്നെ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. അവർക്ക് സന്തോഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CPM നേതാക്കൾ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഇന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർ നാളെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ഹൈക്കോടതി വിധിയെ CPM ഇന്ന് സ്വാഗതം ചെയ്തു. മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 2 വർഷം വരെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ചെറിയ കാലയളവിലെ ശിക്ഷാവിധികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കുന്നു എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി വിധിക്കെതിരെ നിയമപരമായി പോരാടുമെന്ന കൃപേഷിന്റെ പിതാവ് കൃഷ്ണനും സാക്ഷികളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും പ്രതികരിച്ചു. നമ്മൾക്കൊരു ഭീഷണിയാണ്, ഈ കുടുംബത്തിനൊക്കെ ഒരു ഭീഷണി. ഇവരൊക്കെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതേ ഈ കൊല ചെയ്ത പോലെ തന്നെ ഇവരും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ എന്ത് ചെയ്യാനും മടിക്കൂല. ഈ ജാമ്യത്തിലിറങ്ങി വന്ന് ഇന്ന ഏത് കുടുംബക്കാരെ എതിരെ ഇവർ കുതിര കയറുമെന്ന് നമുക്കറിയില്ല. സാക്ഷി പറയാതാക്കും, അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെ നടത്തും. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ ആശങ്കയുണ്ട് ഈ കാര്യത്തിലൊക്കെ. വിധിയെ CPIM സ്വാഗതം ചെയ്തു. ഗൂഢാലോചന എന്ന കാര്യം CBI കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ശിക്ഷക്കെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകുമെന്നാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോഴും ഹൈക്കോടതി
ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നേരത്തെ 4 പ്രതികളെ 5 വർഷം തടവിനും 10,000 രൂപ പിഴയ്ക്കും കൊച്ചി CBI കോടതി ശിക്ഷിച്ചിരുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബി സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണം ശക്തമാകുന്നതിനിടെ ഇന്ന് കുടുംബത്തെ സന്ദർശിച്ചു കോൺഗ്രസ് നേതൃത്വം. NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സന്ദർശനത്തിന് ശേഷം KPCC ഉപസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. അതേസമയം മരണത്തിന് പിന്നാലെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണൻ MLAക്ക് സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കെന്ന് പോലീസ് കേസെടുത്തു. ആദ്യം DCC നേതാക്കളുമായി കൂടിക്കാഴ്ച, ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും സണ്ണി ജോസഫും K ജയന്തും ഉൾപ്പെടുന്ന ഉപസമിതി അംഗങ്ങൾ NM വിജയന്റെ വീട്ടിലേക്ക്. കുടുംബത്തിന് പറയാനുള്ളത് കേട്ടുവെന്നും NM വിജയനൊപ്പമാണ് പാർട്ടിയെന്നും നേതാക്കൾ. അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ്, അത് പിറകെ വരും. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ KPCC ഉപസമിതി കുടുംബത്തോട് ആവശ്യപ്പെട്ടു. നേതാക്കൾ സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഇതിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം. അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ചെല്ലാം തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് അവർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കുടുംബത്തിനൊപ്പമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും NM വിജയന്റെ കത്തിൽ ഗുരുതര ആരോപണമുള്ള IC ബാലകൃഷ്ണൻ MLAയെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. നിയമനക്കോഴ വിവാദത്തിലെ പരാതികളിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. 24 വയനാട്. ശോഭൻ ചന്ദ്രൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. 24ൻ്റെ കൊട കിട്ടുമ്പോൾ കാലൊടിഞ്ഞിട്ടാണ് കിട്ടിയത്. വിളിച്ചു പറഞ്ഞിരുന്നു, ഫോട്ടോ അയക്കാൻ പറഞ്ഞു, അയച്ചു, പക്ഷേ മറുപടിയില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ശോഭൻ, താങ്കൾക്കൊരു പുതിയ കുട അയക്കാം. ഈ മാർഗമത്തിയ കുടയുടെ കാലൊടിഞ്ഞു പോയാൽ വീണ്ടും ഒരു കുടയോടെ തരാൻ താങ്കൾ പറയുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ ആ പരീക്ഷണം നടത്താം. താങ്കൾക്ക് ഇങ്ങനെ കുട അയച്ചുകൊണ്ടേയിരിക്കാനുള്ള സമയവും സാവകാശവും നമുക്കുണ്ടോ? അതല്ലേ പ്രശ്നം. മുഹമ്മദാനി പറയുന്നത്, സാറ് പറയുന്നത് കേട്ടാൽ തോന്നും സ്വർണ്ണക്കപ്പില്ല, 24ൻ്റെ പ്രോത്സാഹന കപ്പ് മാത്രമേ ഉള്ളൂ. ഒരിക്കലുമല്ല. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകുന്ന സർക്കാരിൻ്റെ സ്വർണ്ണക്കപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. പത്തനംതിട്ട ചിറ്റാറിൽ വീണ്ടും വന്യമൃഗ ആക്രമണം ഉണ്ടായി. സീതത്തോട് സ്വദേശിയായ വയോധികന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റു. കാലിനും നടുവിനും പരിക്കേറ്റ ബിജുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശ്രീജിത്ത് സംഭവിച്ചത്? ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയ ആളുകൾ ഉപദ്രവിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത് കോന്നി ചിറ്റാർ മേഖലയിൽ നാട്ടുകാർ സ്ഥിരമായി പരാതി പറയുന്നു. വന്യമൃഗം എന്നാൽ വനത്തിൽ ജീവിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വയോധികന് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അദ്ദേഹം പിന്നീട് പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അത് കാലിനും സമാനമായ രീതിയിൽ മുതുകിനും ഒക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ബിജുവിനെ 80 ഏക്കർ എന്ന സ്ഥലത്ത്, ചിറ്റാറിലെ പ്രസിദ്ധമായ സ്ഥലമാണ് 80 ഏക്കർ എന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന പ്രദേശത്ത് കാട്ടുപന്നി ആക്രമിക്കുന്നത്. ആ പ്രദേശത്ത് നിൽക്കുകയായിരുന്ന ബിജുവിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുക്കുകയായിരുന്നു. നടുവിനും കാലിനും ഗുരുതരമായ പരിക്കുണ്ട്. ആദ്യം സീതത്തോട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകി. ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൂടുതൽ ചികിത്സ നൽകിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇപ്പോൾ പത്തനംതിട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടയച്ചിരിക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. കാട്ടുപന്നിയെ വെടിവെച്ചാൽ കേസാണ്, പക്ഷേ കാട്ടുപന്നി ആക്രമിച്ചാൽ യാതൊരു തരത്തിലും മറ്റ് കാട്ടുപന്നിയെ തിരിച്ച് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിഷേധം തൊട്ടടുത്ത ദിവസം മുതൽ കാണുമെന്ന് CPIM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ടെലിഫോണിൽ ചേർന്ന്. അരുൺ മുട്ടട പറയുന്നു, SKN നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഇനി പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആ സഹോദരിയെ മരണത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഈ MN ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഈ വാർത്തകൾ ശേഖരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രായോഗികമായി നമുക്ക് നല്ലൊരു ബന്ധമില്ലാത്ത രാജ്യമായതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്നാലും
നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഈ മാസം അവസാനം വരെ മാത്രമേ അവധിയുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇനി ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഹെഡ്ലൈൻസുമായി ഞാൻ മടങ്ങി വരും. ബ്രേക്ക്. പ്രൈം ടൈം തുടരുകയാണ്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. നാളെ കോടതിയിൽ ഹാജരാകും. ഫോൺ പിടിച്ചെടുത്ത അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അയക്കും. കോടതിയിൽ രഹസ്യമൊഴി നൽകി ഹണി റോസ്. മുഖ്യമന്ത്രിക്കും പോലീസിനും ഒപ്പം നിന്നവർക്കും നന്ദിയെന്ന് നടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പാലക്കാടിനെ പിന്തള്ളിയത് 1 പോയിന്റിന്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം BSS മുന്നിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി നൽകി. സംഘാടന മികവിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ്. സമാപന വേദിയിൽ മുഖ്യ അതിഥികളായി ടോവിനോ തോമസും ആസിഫ് അലിയും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 4 CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വിചാരണ കോടതി ഉത്തരവിനെതിരായ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. ജാമ്യം ലഭിച്ച മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നാളെ ജയിൽ മോചിതരാകും. പ്രതികൾ പുറത്തിറങ്ങുന്നതിൽ ആശങ്കയുണ്ടെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. ജയിലിലെത്തി പ്രതികളെ കണ്ട PK ശ്രീമതിയും PP ദിവ്യയും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത പോലീസ്. കുടുംബത്തെ അനുനയിപ്പിച്ച KPCC ഉപസമിതി രാഷ്ട്രീയ മുതലെടുപ്പ് അനുവദിക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക്. ഉപസമിതിയുടെ ഉറപ്പ് വിശ്വസിക്കുന്നുവെന്ന് കുടുംബം. IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് കൽപ്പറ്റയിൽ CPMന്റെ നൈറ്റ് മാർച്ച്. തമിഴ്നാടിന് പിന്നാലെ UGC ചട്ട ഭേദഗതിയിൽ പ്രതിഷേധവുമായി കേരളവും. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര നീക്കം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അക്കാദമിക് പരിചയമില്ലാത്തവരെയും വൈസ് ചാൻസലറാക്കാമെന്ന നിർദ്ദേശം സംഘപരിവാർ അനുകൂലികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയെന്നും വിമർശനം. പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ എക്സൈസിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ആലപ്പുഴ CPIM. എക്സൈസിനെതിരെ MLA പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രതിഭ വിശ്വസിക്കുന്നത് അമ്മ എന്ന നിലയിൽ. കേസിന്റെ പേരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്ന വാദം തെറ്റെന്നും CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. കോടതി അലക്ഷ്യ ഹർജിയിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ കൊബ്രഗഡയ്ക്ക് അറസ്റ്റ് വാറണ്ട്. ഈ മാസം 20-ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. കോടതി ഇടപെടൽ. ഭിന്നശേഷിക്കാരനായ ഡോക്ടർക്ക് പ്രൊമോഷൻ നൽകണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിൽ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. കമ്മീഷനായി B അശോക് IASനെ നിയമിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ JPC യോഗത്തിൽ എതിർപ്പറിയിച്ച പ്രതിപക്ഷം. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രിയങ്ക ഗാന്ധി. ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് K രാധാകൃഷ്ണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് തെറ്റായിപ്പോയെന്ന് കോൺഗ്രസ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടിക്ക്. വയനാട് തലപ്പുഴ സ്വദേശി ജിഷ ഉൾപ്പെടെ 6 മാവോയിസ്റ്റ് നേതാക്കൾ കർണാടകയിൽ കീഴടങ്ങി. കീഴടങ്ങൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസിലെത്തി. കർണാടക നക്സൽ മുക്തമായെന്ന് സിദ്ധരാമയ്യ. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് എതിരായ കേസുകൾ ഒറ്റക്കോടതിയിലേക്ക് മാറ്റുന്നത് പരിഗണിക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി. I-League ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് വമ്പൻ വിജയം. എതിരില്ലാത്ത 5 ഗോളിന് ഡൽഹി FCയെ തകർത്തു. അദാമനിയാനിക്ക് ഇരട്ട ഗോൾ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറാൾ കിരീടം നിലനിർത്തി കേരളം.
മറ്റു വാർത്തകളിലേക്ക്. സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർക്ക് അമിത അധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ കേരളം രംഗത്ത് വന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC നടപടിയെ നിയമപരമായി നേരിടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് 2025 UGC ചട്ടഭേദഗതി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും ചാൻസലറുടെ അധികാരമാക്കി മാറ്റുന്ന പുതിയ മാനദണ്ഡങ്ങൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. VC പദവിയിലേക്ക് അക്കാദമിക പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശം സംഘപരിവാർ ആജ്ഞാനവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. UGC ചട്ടഭേദഗതിയെ നിയമപരമായി നേരിടാനാണ് സർക്കാരിന്റെ നീക്കം. കഴിയാവുന്ന എല്ലാ മാർഗേണയും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കും. നിയമപരമായും നമ്മുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർമാർക്ക് അമിതാധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോയും രംഗത്തെത്തി. VC നിയമന വ്യവസ്ഥകൾ മാറ്റിയത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നും CPIM PB ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. UDF പ്രവേശനം ലക്ഷ്യമിടുന്ന PV അൻവർ MLAയ്ക്ക് മുന്നിൽ മുന്നണിയുടെ വാതിൽ ഉടനെ തുറക്കാൻ സാധ്യതയില്ല. ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ PV അൻവറിന് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിഞ്ഞില്ല. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകില്ല എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. UDFിലും ചില നേതാക്കന്മാർ ഇതേ അഭിപ്രായം ഉയർത്തുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായതോടെ PV അൻവറിനോടുള്ള UDFിന്റെ സമീപനം മാറിയിട്ടുണ്ട്. എന്നാൽ അത് മുൻപ്രവേശനത്തിലുള്ള വാതിൽ തുറക്കലല്ല. അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിലും നിയന്ത്രണമില്ലാത്ത പ്രതികരണ രീതിയിലും ഇപ്പോഴും സംശയമുള്ളതാണ് കാരണം. മലബാറിലെ DCCകളും നേതാക്കളും അൻവറിന് എതിരാണ്. ഓഫീസ് അതിക്രമിച്ച് കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു UDFിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. PV അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. PV അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് എടുക്കണമെങ്കിൽ സ്വാഭാവികമായി ലീഡർഷിപ്പ് അത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുക. രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കാത്ത PV അൻവറിനെ കൂടെ ചേർക്കുന്നത് ഭാവിയിൽ ബാധ്യതയായി മാറുമോ എന്ന ആശങ്കയുമുണ്ട്. അൻവർ ഇപ്പോൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷെ മുന്നണിയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച വേണ്ടി വരും. മുസ്ലിം ലീഗാണ് PV അൻവറിന്റെ മുൻപ്രവേശത്തോട് താല്പര്യം കാട്ടുന്നത്. മലപ്പുറത്തെ രാഷ്ട്രീയമാണ് ഇതിന് കാരണം. എന്നാൽ ഏറനാട് നിലമ്പൂർ മേഖലയിൽ ലീഗ് നേതാക്കൾക്ക് അൻവറിനോട് അത്ര മമതയില്ല. മുന്നണി വിപുലീകരണം UDF ഒന്നിച്ചാലോചിക്കണ്ടേ? ലീഗിന്റെ നിലപാട് ഞങ്ങളോട് ചോദിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളോട് UDF അതിനെ പറ്റി ചോദിച്ചിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് കോൺഗ്രസ് ഭാരവാഹി യോഗം ചേരുന്നുണ്ട്. അൻവർ വിഷയത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയില്ലെങ്കിലും എതിർപ്പ് ഉന്നയിക്കപ്പെട്ടേക്കും. 24 തിരുവനന്തപുരം. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് ഒരു വാർത്ത അറിയിക്കുന്നു. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയെ കണ്ട് ഓടിയവർക്ക് വീണ് പരിക്കേറ്റു. 2 പേർക്കാണ് പരിക്കേറ്റത്. ആറളം ഫാം ബ്ലോക്ക് 13 മേഘ 20 വയസ്സുണ്ട്, രഞ്ജിനി 17 വയസ്സുണ്ട്. ഇവർക്കാണ് 2 പേർക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ വന്ന വാർത്തയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ പോർമുഖം തുറന്ന് ആം ആദ്മി പാർട്ടിയും BJPയും. മുഖ്യമന്ത്രിയുടെ വസതിയെ ചൊല്ലിയാണ് ആം ആദ്മിയും BJPയും തമ്മിൽ പോര് കടുപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ BJP പ്രതിഷേധിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് ആം ആദ്മി പാർട്ടി പ്രതിഷേധിക്കാൻ പോയത്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ 33 കോടി രൂപ ചെലവിട്ട വസതി മോടി പിടിപ്പിച്ചെന്ന CAG റിപ്പോർട്ടാണ് ആം ആദ്മി പാർട്ടിക്കെതിരായ BJPയുടെ പ്രധാന ആയുധം. തൊട്ടുപിന്നാലെ വിവാദത്തിന് തുടക്കമിട്ട മുഖ്യമന്ത്രി അതിഷി തന്നെ രംഗത്തെത്തി. തനിക്ക് ഔദ്യോഗിക വസതി അനുവദിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയെന്നാണ് ആരോപണം. 3 മാസത്തിനിടെ 2ാം തവണയാണ് തന്നെയും കുടുംബത്തെയും പുറത്താക്കുന്നതെന്നും സാധനങ്ങൾ പുറത്തെറിയുന്നതെന്നും അതിഷി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയ ആം ആദ്മി പാർട്ടി നേതാക്കളെ പോലീസ് തടഞ്ഞതോടെ സഞ്ജയ് സിംഗും സൗരഭ് ഭരദ്വാജും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. BJP നേതാക്കളും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധവുമായി എത്തി. അതിനിടെ പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ചായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതിഷേധം. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് വെച്ച സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് തടഞ്ഞു. ജനകീയ പ്രഖ്യാപനം നടത്തി കളം നിറയാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഡൽഹിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയും ആം ആദ്മി പാർട്ടിക്കാണ്. ഇന്ത്യ സഖ്യത്തിൽ രൂപപ്പെട്ട ഭിന്നതയാണ് ഇതിനിടയിൽ BJPയുടെ മറ്റൊരായുധം. 24 ഡൽഹി. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയെ കണ്ട് ഓടിയവർക്ക് വീണ് പരിക്കേറ്റു. 2 യുവതികൾക്കാണ് പരിക്ക് പറ്റിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും ടെലിഫോണിൽ. അരുൺ, എന്താണ് ഉണ്ടായത്?
SKN ആറളം ഫാം ബ്ലോക്ക് 13-ലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഒരു പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയതാണ് ഈ 2 യുവതികൾ. അതിനിടെ കാട്ടാന ഈ പുഴയിലേക്ക് ഇറങ്ങി വന്നു. ഈ കാട്ടാനെ കണ്ടതോടെ പരിഭ്രാന്തിയിൽ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ വീട് 2 പേർക്കും പരിക്കേറ്റത്. 13-ാം ബ്ലോക്കിലെ മേഘ, രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പേരാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ ഇരുവരെയും പ്രവേശിപ്പിച്ചത്. പിന്നീട് ഒരാളെ ഇതിൽ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക്, അല്പം ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അങ്ങനെ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. അപകടത്തിൽ 2 പേരും തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തെ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഇന്ന് 4 പേർ മരിച്ചു. കണ്ണൂർ മട്ടന്നൂരിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വടക്കാഞ്ചേരിയിൽ KSRTC ബസ് ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ച് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യമുണ്ടായി. കാലടിയിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ ഒരു യുവാവ് മരിച്ചു. ഇങ്ങനെ 4 പേരാണ് ഇന്ന് സംസ്ഥാനത്ത് മരിച്ചത്. കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുമ്പോഴാണ് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഉളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവർ മരിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. ബീനയുടെ മകൻ ആൽബിന്റെ വിവാഹത്തിനുള്ള വസ്ത്രം വാങ്ങി കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അമിതവേഗത്തിലെത്തിയ KSRTC ബസ് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലിടിച്ച് 4 വയസ്സുകാരി മരിച്ചു. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പിതാവ് ഉന്നൈസ്, ഭാര്യ റൈഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ റൈഹാനത്ത് ഗർഭിണിയാണ്. KSRTC ബസിന്റെ അമിതവേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. പുത്തൂർമുക്ക് സ്വദേശികളായ രാധാമണി, ഷീജ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം കാലടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് മാണിക്യമംഗലം സ്വദേശി അനിൽകുമാർ മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് പൊമ്പ്ര PPTM HSSലെ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എറണാകുളം പറവൂരിൽ സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 20 പേർക്ക് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഒരു ചോദ്യം. SKN കോട്ടയം എറണാകുളം റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. വിജയകുമാറും ഇന്നത് പറഞ്ഞു, നടന്നില്ല. സമയം പോയിട്ടില്ല, നമുക്ക് ചെയ്യാം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചില KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ തന്നെ വളരെ ഓവർ സ്പീഡ് എടുക്കുന്നു എന്ന് പരാതി പറയുന്നുണ്ട് പലപ്പോഴും പ്രേക്ഷകർ. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോട് എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, അമിത വേഗം ആളെ കൊല്ലും, സംശയമൊന്നുമില്ല. അതുപോലെ സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ ട്രാഫിക് പോസ്റ്റുകളിലൊക്കെ തന്നെ, അതുപോലെയാണ്. സുനിൽ ഭാസ്കരൻ പറയുന്ന ഒരു കാര്യം, ഡിയർ SK, താങ്കളുടെ ഷട്ടിൽ കുത്തിയിട്ടുള്ള ഈ ചാപ്പ ഇതിൻ്റെ കാര്യമാണ്. അത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഈ ചാപ്പ 24-ന് വേണ്ടി ചാപ്പ കുത്തിയിരിക്കുക. അപ്പോൾ ഈ ചാപ്പ പ്രത്യേക സൂചനയൊന്നുമില്ല. വി ആർ ഫ്രം 24 എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൊച്ചു സൂചന, അത്രയേ ഉള്ളൂ. ടെൻഷനായോ? ഇനി ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. സുഗമമായ മകരവിളക്ക് ദർശനത്തിന് കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നാളെ മുതൽ നിലയ്ക്കലിലാകും പ്രവർത്തിക്കുക. വിർച്വൽ സ്പോട്ട് ബുക്കിംഗ് നടത്താത്ത തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടില്ലെന്നും PS പ്രശാന്ത് ഇന്ന് 24-നോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പോൾ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ സ്ഥാപിച്ചിരിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്ററിലേക്ക് പ്രവാഹമാണ്. ഇവിടെയുള്ള തത്സമയ ബുക്കിംഗ് സെൻറ്റർ നമ്മൾ നാളെ മുതൽ നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. നാളെ നിലയ്ക്കൽ ഒരു വലിയ ജർമ്മൻ പന്തലുണ്ട്, 20 ചതുരശ്ര ഇതിലുള്ള ഉണ്ട്, അവിടേക്ക് മാറ്റുകയാണ്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം 5000-ആയി കുറയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ മുതൽ. അതുകൊണ്ട് തന്നെ ഈ 11-ാം തീയതി ശേഷം പൂർണ്ണമായും ഈ വനമേഖലയിൽ കൂടിയുള്ള
യാത്ര നിരോധിക്കുകയാണ്. ഇത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയെ കരുതി മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ വരുമ്പോൾ നിലയ്ക്കൽ വഴിയാണ് വരുന്നത്. അവിടെ കൃത്യമായും വെർച്വൽ ക്യൂ ഇല്ലാത്ത ആളുകളെ അവിടെ ഇറക്കി പോലീസ് വെരിഫൈ ചെയ്ത് വെർച്വൽ ക്യൂ ലഭിച്ചിട്ട് ഇങ്ങോട്ട് വരികയുള്ളൂ. ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ സുരേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മകരവിളക്ക് പ്രമാണിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തും എന്നാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്? SKN മകരവിളക്കിന് മുന്നോടിയായുള്ള തീർത്ഥാടക പ്രവാഹം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലും ഉൾപ്പെടെ ചില നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതിൽ PS പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് സ്പോട്ട് ബുക്കിങ്ങുകൾ നാളെ മുതൽ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. നിലവിൽ പമ്പയിലാണ് 10 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റുകയാണ്. നാളെ മുതൽ സ്പോട്ട് ബുക്കിങ്ങോ വെർച്വൽ ക്യൂവോ ചെയ്യാത്ത ഒരു തീർത്ഥാടകനെ പോലും നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നാണ് PS പ്രശാന്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 11-ാം തീയതി മുതൽ കാനനപാത വഴിയുള്ള തീർത്ഥാടനം നിരോധിക്കുകയാണ്. ഒരു തീർത്ഥാടകനെ പോലും കാനനപാത വഴി സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് പറയുന്നു. നിലവിൽ 5000-ഓളം തീർത്ഥാടകരാണ് ഇടുക്കിയിൽ നിന്നുൾപ്പെടെ കാനനപാതകൾ വഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. അത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പോവുകയാണ്. ഒരാളെ പോലും 11-ാം തീയതി മുതൽ കടത്തിവിടില്ല. അതുമാത്രമല്ല, ചെറിയ വാഹനങ്ങൾ നിലവിൽ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം നൽകുന്നുണ്ട്. 13-ാം തീയതി മുതൽ ഈ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് തീർത്ഥാടകരെ പമ്പയിൽ ഇറക്കിവിട്ട ശേഷം, അവിടെ ഇറക്കിയ ശേഷം ഈ വാഹനങ്ങൾ തിരികെ നിലയ്ക്കലിൽ പോയി പാർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, നാളെ മുതൽ തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം 5000-ആയി ക്രമീകരിക്കുകയാണ്. അതുമാത്രമല്ല, മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച സ്പോട്ട് ബുക്കിംഗ് 1000-ആയും ക്രമീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്തുന്ന തീർത്ഥാടകർ 50% ആളുകളും ഇവിടെ തന്നെ വിരിവെച്ച് കഴിയുകയാണ്. ഇനിയും മകരവിളക്കിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ അത് നിയന്ത്രണ വിധേയമാകാൻ, അതായത് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാകും. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നത്. മണ്ഡലകാലം ആരംഭിച്ച മുതൽ ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോവുകയാണ്. അത് മകരവിളക്കിന്റെ അവസാനം എത്തുന്ന തീർത്ഥാടകനും സുഗമ ദർശനം നൽകണം എന്ന ഉറച്ച വിശ്വാസത്തോടെയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ പോകുന്നത്. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. TK അബൂബക്കർ ഒരു യൂട്യൂബ് സന്ദേശത്തിൽ, പ്രിയപ്പെട്ട SK, എൻ നാടും വീടും എല്ലാം പന്നിക്കും ആനയ്ക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കാട്ടിലേക്ക് കയറിയാലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അബൂബക്കർ, താങ്കളുടെ ഈ അഭിപ്രായത്തിലെ ഒരു നിരാശ എനിക്ക് മനസ്സിലാകുന്നു. താങ്കൾക്ക് ടെൻഷൻ വേണ്ട, അങ്ങനെ നിരാശപ്പെടാൻ സമയമായിട്ടില്ല. ഇനി ഇതിന് വേഔട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ നടത്താനിരുന്നത് മാറ്റിവെച്ചു. ഉപഗ്രഹങ്ങളെ 225 മീറ്റർ ദൂരത്തേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. നാളെ രാവിലെയായിരുന്നു ഡോക്കിംഗ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് കയറാം, വിവരങ്ങൾ പറയാം. SKN ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ സ്പെയ്ഡെക്സ് ദൗത്യം അതിപ്പോൾ 2ാം തവണയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കാരണം സ്പെയ്ഡെക്സ് പരീക്ഷണം നാളെ രാവിലെ നടക്കും. കൃത്യമായി 8 മണിക്കും 8:45 ഇടയിൽ ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് നടത്തും എന്നുള്ള വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ ഉറപ്പിച്ചതുമാണ്. ശേഷം 1 മണിക്കൂർ മുൻപ് വരെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ISROയിൽ നിന്നും ഉണ്ടായിരുന്നു. ഈ 2 ഉപഗ്രഹങ്ങളും അതിൻ്റെ ദൂരം കുറച്ചുകൊണ്ട് അത് കൃത്യമായി നാളെ ഡോക്കിങ്ങിന് സജ്ജമാകും എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഈ ദൗത്യം നാളെ നടക്കില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് ഒരു ചേസറും ടാർഗറ്റുമാണ്. അതായത് 2 ഉപഗ്രഹങ്ങൾ അത് 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച് അതിനുശേഷം അത് തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്ന് ശേഷം അതിനെ ഡോക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്പെയ്ഡെക്സ് ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ ചേസർ കൃത്യമായി 20 കിലോമീറ്ററിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് ഈ സമയത്തോടു കൂടി അത് 250 മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നാളെ രാവിലെ ആകുമ്പോഴേക്കും
കഴിയുമ്പോഴേക്കും ഇത് ഡോക്കിങ്ങിന് സജ്ജമാവുകയുള്ളൂ. പക്ഷേ ഈ ചേസർ അത് ഈ അടുത്തേക്ക് അടുപ്പിക്കുന്നതിൻ്റെ വേഗം കൂടിപ്പോയി. ആ വേഗം കൂടിയത് കൊണ്ട് തന്നെ ആ ചേസറിൻ്റെ സഞ്ചാരത്തിൽ ഒരു വ്യതിയാനം ഉണ്ടായി, ഒരു ഡീവിയേഷൻ ഉണ്ടായി എന്നാണ് ISRO ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഇത് കൃത്യമായി അടുപ്പിച്ച് അതിനെ ഡോക്കിംഗ് ചെയ്യാൻ കഴിയില്ല. അത് ഇനിയും ദിവസങ്ങൾ നീണ്ടുപോയേക്കാം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 ഉപഗ്രഹങ്ങളും സുരക്ഷിതമാണ്, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്നുകൂടി ISRO പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ദൗത്യം ആകെ 66 ദിവസമാണുള്ളത്. ഈ 66 ദിവസം എടുത്ത് ഡോക്കിംഗ് നടത്തി ശേഷം ഇതിനെ അൺഡോക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്പേഡെക്സ് മിഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 66 ദിവസത്തിനിടയിൽ ഏത് ദിവസവും ഇത് നടക്കാം എന്നുള്ളതാണ് ISRO അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയായി, നേരത്തെ ജനുവരി 7-ന് തിങ്കളാഴ്ചയും ശേഷം നാളെ വ്യാഴാഴ്ചയും ഇത്തരത്തിൽ തീയതി എടുത്തതിനു ശേഷം അവസാന മണിക്കൂറുകളിൽ ഇത് മാറ്റിവെക്കേണ്ടതായി ISROയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം ശ്രദ്ധേയമായിരിക്കും. അത് കൂടുതൽ കരുതലോടുകൂടി കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഡോക്കിംഗ് നടക്കുകയുള്ളൂ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിലുണ്ടായ ഒരു ആശ്വാസം, ഈ 2 സാറ്റലൈറ്റുകൾക്കും നിലവിൽ പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ അത് അടുപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഈ ദൗത്യം തന്നെ മാറ്റിവെക്കേണ്ട, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട, അത് ഒരു പരാജയമായി മാറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ഈ 2 പേടകങ്ങളും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളും ഒക്കെ കൃത്യമായി തന്നെ അതിൻ്റെ ഓർബിറ്റിലുണ്ട്. ഈ ഡോക്കിങ്ങിനുള്ള വേഗത കൂട്ടിയതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതും. റഗീസാണ് ചെന്നൈ വിവരങ്ങൾ നൽകിയത്. അലി അക്ബർ അദ്ദേഹം പറയുന്നു, ഈ വാവരിസ്വാമിയുടെ സ്ഥലത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരു ദിവസം അതുകൂടി കാണിക്കണം. വാവരി പള്ളിയിൽ നടക്കുന്ന കാര്യം എന്താണെന്നറിയാൻ നമുക്കൊരു ദിവസം കാണിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഒരു അടിയന്തരമായൊരു വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. പുൽപ്പള്ളി കൊല്ലിവയലിൽ കർണാടക കുട്ട സ്വദേശി വിഷ്ണു മരിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മരണം ഉണ്ടായത്? SKN അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്ത് വന്നിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളി ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലിവയൽ കോളനിയിൽ എത്തിയ കർണാടക കുട്ട സ്വദേശിയായ വിഷ്ണു എന്ന 22-കാരനാണ് മരിച്ചിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ് വിഷ്ണു എന്നാണ് പറയുന്നത്. പാതിരി റിസർവ് വനത്തിൽ ആ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം. കാട്ടാന തട്ടി പരിക്കേറ്റതായിരുന്നു. രാത്രികാല പരിശോധനയിൽ ഉണ്ടായിരുന്ന വനപാലകർ ഉടൻ തന്നെ സ്ഥലത്തെത്തി അദ്ദേഹത്തെ ചുമന്ന് വനപാതയിൽ എത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായിരുന്നു. തുടർന്ന് വനംവകുപ്പിന്റെ ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും യാത്രാമധ്യയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണു റിസർവ് വനത്തിന് ആ മേഖലയിലൂടെ, വനമേഖലയിലൂടെ കബനി കടന്ന് തിരിച്ച് കർണാടകയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയാണ് ആക്രമിച്ചത്. ആ മേഖലയിൽ കാട്ടാന ശല്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള നടപടി, ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ട സ്വദേശിയാണ് വിഷ്ണു. ഈ കൊല്ലിവയൽ ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് കബനിയുടെ കര കടന്നാൽ അപ്പുറത്ത് കുടക് മേഖലയാണ്. ആ കുടക് മേഖലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ മേഖല എന്ന് പറയുന്നത് കാട്ടാനകളുടെ ശല്യം നിരന്തരമുള്ള പ്രദേശമാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. സങ്കടകരമായ വാർത്തയാണ്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ ഇന്നത്തെ പകൽ വന്ന വാർത്തകളിലൂടെ വാർത്താ പകൽ പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പകൽ സമയം സംഭവിച്ച വാർത്തകളിലൂടെ നമ്മളൊരു പ്രദക്ഷിണം നടത്തുകയാണ്. വാർത്താ പകൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഡാം സുരക്ഷാ നിയമപ്രകാരം എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ നിർദ്ദേശം. കോടതി ഇടപെടൽ ഡാം സുരക്ഷിതമാണെന്ന വിധി റദ്ദാക്കണമെന്ന ഹർജിയിൽ. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശന ചർച്ചകളെ തള്ളി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDFൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മോൻസ് ജോസഫ് MLA 24നോട്. ചന്ദ്രയാൻ 4 ദൗത്യത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് നിയുക്ത ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. നിലവിലെ ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ഈ മാസം 14-ന് വിരമിക്കും. പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് ലോറി മറിഞ്ഞ് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. 4 വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകും.
പത്തനംതിട്ടയിൽ ബസ് ജീവനക്കാർ തമ്മിലുള്ള കൂട്ടത്തല്ലിനിടെ യാത്രക്കാരിയുടെ കണ്ണിന് ഗുരുതര പരിക്ക്. അപകടം അടിച്ചു തെറിപ്പിച്ച ചില്ലു തറച്ച്. സ്വകാര്യ ബസ്സിലെ ഡ്രൈവേഴ്സ് കസ്റ്റഡിയിൽ. ഇനി നമുക്ക് കാണാം വാൽകൃഷ്ണൻ. എനിക്കൊരു സംശയം, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്താ അങ്ങനെ ഒരു ചോദ്യം എന്ന് നിങ്ങൾ ചോദിക്കണ്ട. പല ചർച്ചകളും കാണുമ്പോൾ നമുക്ക് അങ്ങനെ സംശയിച്ചു പോകും. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക പോലും ചെയ്യാത്ത സമയത്താണ് ചില കോണുകളിൽ നിന്ന് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹവുമായി ചില ആളുകൾ മുന്നോട്ട് വരുന്നത്. ഈ കളമൊരുങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്? കാണാം വാൽകൃഷ്ണൻ. NSSന്റെ സ്നേഹം, പിന്നെ പട്ടിക്കാട് ജാമ്യാനൂരിയുടെ പരിപാടി, അങ്ങനെ നമ്മളെ ചെന്നിത്തലപ്പം അങ്ങനെ അടക്കി വാഴാണ്. എല്ലാവർക്കും എന്നെ മതി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രി ചർച്ച തുടങ്ങാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ. ഇത്രയും കാലം ഈ ചട്ടവട്ടങ്ങളൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതിനിപ്പോഴേ ഒരു ചർച്ചയും ഇപ്പോഴേ വിവാദങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ നേതാവിനെ എല്ലാവരും അംഗീകരിക്കണ കണ്ടപ്പോഴാണ് ഇപ്പൊ ചർച്ച വേണ്ടെന്ന് ഇവരൊക്കെ ഈ പറയണത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ഇപ്പൊ പ്രസക്തി ഉള്ള സമയത്ത് ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ ഇതിന് ആദ്യം ഒരു തീരുമാനമാക്കണം. ചെന്നിത്തലനെ കാട്ടിയിട്ട് വോട്ട് വാങ്ങിയിട്ട് പിന്നെ ഒരു ഭാഗത്തിരുത്തൽ, ആ പരിപാടി നടക്കൂല. ഇതിനൊരു തീരുമാനം വേണം. അല്ല, ഞങ്ങൾ വളരെ ജനസമ്മതനായ വളരെ പ്രഗത്ഭരായ ഒരു നേതാവിനെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കും. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. എന്നാലും അതിലൊരു ധാരണ വേണം. ഇത് കഴിഞ്ഞിട്ട് ചെന്നിത്തലനെ വെറുതെ ഇരുത്തൽ നടക്കൂല. സീറ്റ് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വേണ്ട അസംബ്ലി വരാൻ. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. പഞ്ചായത്തൊന്നുമല്ല, NSSും സമസ്തക്കാരും ലീഗൊക്കെ ചെന്നിത്തലക്കാണ് സപ്പോർട്ട്. അപ്പൊ ചെന്നിത്തല മതി. ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോടേ. അല്ല, ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഓരോന്നും അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. രമേശ് ചെന്നിത്തല പങ്കെടുത്തു, സതീശൻ പങ്കെടുത്തു, സുധാകരൻ പങ്കെടുത്തു. ഇവരെല്ലാം പല സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. സമ്മേളനത്തിന്റെ കാര്യം മാത്രമല്ലാന്ന് സാദിഖ് അലി തങ്ങള് ചെന്നിത്തലനെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെയും കുറെ ആളുകൾ സാദിഖ് അലി തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിത്രം മൂപ്പരെടുത്തുണ്ടല്ലോ, അതൊന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പൊ ഇത് ചർച്ചയാകണം, അതിന് വേണ്ടിയിട്ടല്ലേ ആ പോസ്റ്റ്. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഞങ്ങളെ ചെന്നിത്തല സാറിനെ മുഖ്യമന്ത്രി ആക്കണം. നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കണ്ട. അല്ല, വിവാദങ്ങളല്ലത്, മൂപ്പർക്കുമില്ലേ കുറെ ആഗ്രഹങ്ങള്. ഒരു തവണ മൂപ്പര് ആ കസേരയിലൊന്നും ഇരിക്കട്ടെ. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങനെ ക്ലിയർ ആയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോ എന്നൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത്തവണ ചെന്നിത്തല എന്നെ മുഖ്യമന്ത്രി, ഇത് പ്രഖ്യാപിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നീക്കിയാൽ മതി. ഈ വാൽകൃഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ കൃത്യം 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി വാർത്താമഴ. എസ് വിജയകുമാർ വരുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.